ഇപ്പോൾ ഓൾറെഡി ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് എന്നുള്ളൊരു കോൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞതാണ്. അതിൻ്റെ നെക്സ്റ്റായിട്ട് അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ വരുന്നതാണ് ക്ലയൻറ്റ് സെർവർ കമ്പ്യൂട്ടിംഗ്. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ എക്സാംസിന് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് തന്നെയാണ് ക്ലയൻറ്റ് സെർവർ കമ്പ്യൂട്ടിംഗ്. ആൻഡ് അത് സിമ്പിളുമാണ്, മനസ്സിലാക്കാൻ എളുപ്പമുള്ളൊരു ഏരിയ ആണ്. അപ്പോൾ അതിൽ എന്താ ക്ലയൻറ്റ് സെർവർ കമ്പ്യൂട്ടിംഗ് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് രണ്ട് ടേമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, ക്ലയൻറ്റ് ആൻഡ് സെർവർ. അപ്പോൾ ക്ലയൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കേട്ടിട്ടുള്ള വേർഡ് തന്നെയാണ്. ക്ലയൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റമർ എന്നാണ്, അല്ലെങ്കിൽ ഒരു സർവീസ് യൂസ് ചെയ്യുന്ന ഒരു പേഴ്സണെയാണ് ക്ലയൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ക്ലയൻറ്റ് സെർവർ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത് ക്ലയൻറ്റ് ഒരു കമ്പ്യൂട്ടർ ക്ലയൻ്റായിട്ടും ഒരു കമ്പ്യൂട്ടർ സെർവറായിട്ടും ഫങ്ഷൻ ചെയ്യുന്ന ഒരു മെത്തേഡ്, ഇതിനാണ് ഇവിടെ ഒരു ക്ലയൻറ്റ് സെർവർ കമ്പ്യൂട്ടിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് കമ്പ്യൂട്ടിംഗ് ഫങ്ഷൻസിനെ രണ്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് രണ്ട് പാർട്ടായിട്ടാണ്. ഒന്ന് ക്ലയൻറ്റ് കമ്പ്യൂട്ടിംഗ് ആൻഡ് നെക്സ്റ്റ് സെർവർ. അപ്പോൾ ഇതിൽ ക്ലയൻറ്റ് എന്ന് പറയുന്നത് ക്ലയൻറ്റ് ഇസ് എ പ്രോഗ്രാം ദാറ്റ് യൂസസ് സർവീസസ് ദാറ്റ് അതർ പ്രോഗ്രാം പ്രൊവൈഡ്. ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിനെയാണ് ക്ലയൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് സെർവർ എന്ന് പറയുന്നത് ഈ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പ്യൂട്ടർ അല്ലെങ്കിൽ പ്രോഗ്രാം. അപ്പോൾ ക്ലയൻറ്റും സെർവറും ഉണ്ട്. സെർവർ മീൻസ് പ്രോഗ്രാം ദാറ്റ് പ്രൊവൈഡ് ദ സർവീസസ്, ക്ലയൻറ്റ് മീൻസ് യൂസസ് ദ സർവീസസ്. രണ്ട് ടേം അത്രയാണ് മനസ്സിലാക്കാനുള്ളത്. ഇനി ഈ ഒരു ക്ലയൻറ്റ് എന്ന് പറയുന്നപ്പോൾ എന്താ ചെയ്യുന്നത്, സെർവർ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ സെർവർ പ്രോഗ്രാമിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടാകും അല്ലെങ്കിൽ സർവീസസ് ഉണ്ടാകും. അത് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ക്ലയൻറ്റ് സെർവർ കൊണ്ട് ക്ലയൻറ്റ് കമ്പ്യൂട്ടിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ദ ക്ലയൻറ്റ് മേക്സ് എ റിക്വസ്റ്റ് ഫോർ എ സർവീസ് ആൻഡ് എ സെർവർ പെർഫോം ദാറ്റ് സർവീസ്. അപ്പോൾ ഇവിടെ നടക്കുന്നത് എന്താ, ക്ലയൻറ്റ് കമ്പ്യൂട്ടർ. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ലോക്കൽ കമ്പ്യൂട്ടർ, നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറിനെ ക്ലയൻറ്റ് കമ്പ്യൂട്ടർ എന്ന് പറയാം. ആൻഡ് നമ്മൾ ഇപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് ഇവിടെ എക്സാമ്പിൾ പറയുന്നതെന്ന് വയ്ക്കാം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഗൂഗിളിൽ എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് സെർച്ച് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറാണ് ഈ ഒരു ആക്ടിവിറ്റിയിൽ ക്ലയൻറ്റ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. നമ്മൾ സെർച്ച് ചെയ്യുന്ന ഇൻഫോർമേഷൻ ഗൂഗിളിൻ്റെ സെർവറിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഗൂഗിളിൽ നിന്നാണ് അത് നമുക്ക് റിട്രീവ് ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ ഗൂഗിൾ എന്ന് പറയുന്നത് എന്താ, ഇവിടെ സെർവറാണ്, സെർവർ പ്രോഗ്രാമാണ് ഇവിടെ ഗൂഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് ടേം ഉണ്ട്, ക്ലയൻറ്റ് ആൻഡ് സെർവർ. ക്ലയൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ യൂസേഴ്സ് യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ അല്ലെങ്കിൽ പ്രോഗ്രാമിനെയാണ് ക്ലയൻറ്റ്. ആൻഡ് ദ ഇൻഫർമേഷൻ സ്റ്റോർഡ് ഇൻ ദ കമ്പ്യൂട്ടർ ഓർ പ്രോഗ്രാം വിച്ച് ഈസ് കോൾഡ് ദ സെർവർ. അപ്പോൾ ഇവിടെ ക്ലയൻറ്റ് കമ്പ്യൂട്ടർ എന്ത് ചെയ്യും, സർവീസിനെ റിക്വസ്റ്റ് ചെയ്യുന്നു. ആൻഡ് സെർവർ കമ്പ്യൂട്ടർ നമ്മൾ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന സർവീസിനെ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ ആ ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു കമാൻഡിനെ എന്ത് ചെയ്യുന്നു, പെർഫോം ചെയ്യുന്നത് സെർവർ കമ്പ്യൂട്ടറാണ്. ദ സെർവർ ഫങ്ഷൻസ് ഓഫൺ റിക്വയർ സം റിസോഴ്സസ് മാനേജ്മെൻറ്റ് ഇൻ വിച്ച് എ സെർവർ സിങ്ക്രണൈസസ് ആൻഡ് മാനേജ് ആക്സസ് ടു ദ റിസോഴ്സ് ആൻഡ് റെസ്പോണ്ട് ടു ക്ലയൻറ്റ് റിക്വസ്റ്റ് വിത്ത് ഐദർ ഡാറ്റ ഓർ സ്റ്റാറ്റസ് ഇൻഫോർമേഷൻ. ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സെർവർ എന്ത് ചെയ്യുന്നുണ്ട്, സെർവറിന് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ്, റിസോഴ്സസ്, സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന റിസോഴ്സസ് ഡാറ്റാബേസസിൻ്റെ ബേസിൽ ക്ലയൻറ്റ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന ആക്ടിവിറ്റി അല്ലെങ്കിൽ ആ ഒരു സർവീസ് എന്താണെന്നുള്ളത് പെർഫോം ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദ ക്ലയൻറ്റ് പ്രോഗ്രാംസ് ടിപ്പിക്കലി ഹാൻഡിൽ യൂസർ ഇൻറ്ററാക്ഷൻസ് ആൻഡ് ഓഫൻ റിക്വസ്റ്റ് ഡാറ്റ ഓർ ഇനീഷ്യേറ്റ് സം ഡാറ്റ മോഡിഫിക്കേഷൻസ് ഓൺ ബിഹാഫ് ഓഫ് എ യൂസർ. അപ്പോൾ ക്ലയൻറ്റ് പ്രോഗ്രാം എന്താ ചെയ്യുന്നത്, ക്ലയൻറ്റ് കമ്പ്യൂട്ടർ എന്താ ചെയ്യുന്നത്, യൂസേഴ്സിൻ്റെ എൻഡ് യൂസറുടെ റിക്വസ്റ്റ് എന്താണെന്നുള്ളത് ഹാൻഡിൽ ചെയ്യുന്നതാണ് ക്ലയൻറ്റ് കമ്പ്യൂട്ടറിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് അത് സെർവറിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്ന പ്രോസസ്സ് ഇത്രയാണ് നോക്കാനുള്ളത്. ഇനി ഇവിടെ സെർവർ എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ പ്രോഗ്രാമിൻ്റെ മെയിൻ ഫീച്ചേഴ്സാണ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ, പവർഫുൾ മെഷീൻ. സെർവർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു പവർഫുൾ മെഷീൻ ആയിരിക്കും. നോർമൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലോക്കൽ കമ്പ്യൂട്ടേഴ്സിനെ അപേക്ഷിച്ച് സെർവർ കമ്പ്യൂട്ടേഴ്സിന് ഹൈ കപ്പാസിറ്റി ആയിരിക്കും. കാരണം ഒരു സമയം ഒരുപാട് ക്ലയൻറ്റ്
കമ്പ്യൂട്ടേഴ്സിൻ്റെ റിക്വസ്റ്റ് പ്രോസസ്സ് ചെയ്യുന്ന ഒരു ഫങ്ഷനാണ് സെർവറിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ പവർഫുൾ മെഷീൻ. ദെൻ ഇറ്റ് ഈസ് ഡെഡിക്കേറ്റഡ് സെർവേഴ്സ്. ഡെഡിക്കേറ്റഡ് സെർവർ എന്ന് പറഞ്ഞാൽ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അതിന് റിസർവ് ചെയ്തിരിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ആയിരിക്കണം ഈ ഒരു സെർവർ എന്ന് പറയുന്നത്. ആൻഡ് ഹൈ സ്പീഡ് പ്രോസസ്സിങ്. നോർമൽ കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ ലോക്കൽ കമ്പ്യൂട്ടേഴ്സിനെ അപേക്ഷിച്ച് ഹൈ സ്പീഡ് പ്രോസസ്സിങ് ആയിരിക്കും സെർവേഴ്സിന് ഉണ്ടാവുക. എന്നാൽ മാത്രമേ ഉള്ളൂ ക്ലയൻറ്റ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന ഇൻഫോർമേഷൻ ക്ലയൻറ്റ് കമ്പ്യൂട്ടറിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഹൈ സ്പീഡ് പ്രോസസ്സിങ് ആയിരിക്കും. ദെൻ മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ് capability, which means at the same time more than one client കമ്പ്യൂട്ടേഴ്സിൻ്റെ റിക്വസ്റ്റ് പ്രോസസ്സ് ചെയ്യാനുള്ള അല്ലെങ്കിൽ പെർഫോം ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി, മൾട്ടി പ്രോസസ്സേഴ്സ് ക്യാപ്പബിലിറ്റി ആയിരിക്കും സെർവറിനുള്ളത്. ദെൻ ഹയർ റാം എന്തിനു വേണ്ടിയിട്ടാണ്? സ്റ്റോറേജിന് വേണ്ടിയിട്ടാണ്. റാമിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് സെർവർ കമ്പ്യൂട്ടറിന് നോർമൽ കമ്പ്യൂട്ടേഴ്സിനെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. ദെൻ ഫാസ്റ്റർ ഡാറ്റ ട്രാൻസ്ഫറിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. പെട്ടെന്ന് തന്നെ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യുന്നതിനുള്ള ഒരു സ്പീഡ് എന്ന് പറയുന്നത് സെർവർ കമ്പ്യൂട്ടറിന് കൂടുതലായിരിക്കും. ദെൻ ഹാർഡ് ഡിസ്ക് ടു സ്റ്റോർ ഡാറ്റ. ഇനി എക്സ്റ്റേണലി വരുന്ന സ്റ്റോറേജ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റാമിന് പുറമെ എന്തുകൂടെ ഉണ്ടാവും? ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് ഹൈ കപ്പാസിറ്റി ഉള്ള ഹാർഡ് ഡിസ്ക് കൂടെ ഉണ്ടാകുന്നതായിരിക്കും സെർവർ എന്ന് പറയുന്നത്. ദീസ് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് സെർവർ എന്ന് പറഞ്ഞാൽ ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ പ്രോഗ്രാം ആയിരിക്കണം. നെക്സ്റ്റ് ഇതിൻ്റെ ജസ്റ്റ് പോയിൻ്റ് തന്നെയാണ്, ഇതിൻ്റെ പ്രോസസ്സിൽ വരുന്നതാണ്, ഫീച്ചേഴ്സാണ്. ഇത് പഠിച്ച് വയ്ക്കുക. ദ ക്ലയൻറ്റ് കമ്പ്യൂട്ടേഴ്സ് ആർ സെപ്പറേറ്റ് ആൻഡ് സബോർഡിനേറ്റ് ടു ദ ഫയൽ സെർവർ. ഇനി ഇവിടെ പറഞ്ഞു നമ്മളൊരു ക്ലയൻറ്റ് റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് സെർവറാണത് പെർഫോം ചെയ്യുന്നത്. പക്ഷേ ക്ലയൻറ്റ് കൊടുക്കുന്ന റിക്വസ്റ്റ് ഡയറക്റ്റ്ലി സെർവറിലേക്ക് പോവുകയല്ല ചെയ്യുന്നത്. ഇറ്റ് ഈസ് കമ്മ്യൂണിക്കേറ്റഡ് ത്രൂ ഫയൽ സെർവർ. അപ്പോൾ എന്താണ് ഫയൽ സെർവർ നോക്കണം. File server means the primary applications and files used by each of the clients are stored in a common location on the file server. അപ്പോൾ ഫയൽ സെർവർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ ഫസ്റ്റ് എൻഡ് യൂസർ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുന്ന കമാൻഡ്സ് അത് ഫസ്റ്റ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ലൊക്കേഷനാണ് ഫയൽ സെർവർ എന്ന് പറയുന്നത്. ദെൻ ഇവിടെ നിന്നാണ് നമുക്ക് വേണ്ട സെർവറിലേക്ക് നമുക്ക് വേണ്ട ഇൻഫോർമേഷൻ റിട്രീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡാറ്റ ഡൈവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫയൽ സെർവർ എന്ന് പറയുന്നത് പ്രൈമറി ആപ്ലിക്കേഷൻസ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു കോമൺ ലൊക്കേഷനാണ് ഫയൽ സെർവർ എന്ന് പറയുന്നത്. ക്ലയൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന റിക്വസ്റ്റ് അല്ലെങ്കിൽ കമാൻഡ്സ് ഫസ്റ്റ് സ്റ്റോർ ചെയ്യുന്നത് ഫയൽ സെർവറിലാണ്. ദെൻ all the messages from one client to another client is first sent to the file server where it is then routed to its destination by the server. Then client can also access several different servers. ഇതൊരു മെയിൻ ഫീച്ചറാണ്. ഒരു ക്ലയൻറ്റിന് മോർ ദാൻ വൺ സെർവറിനെ ആക്സസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടായിരിക്കും. ആൻഡ് അതുപോലെ തന്നെ ഓരോ സെർവേഴ്സിനും ഡിഫറെൻറ്റ് ക്ലയൻസിനെ സെർവ് ചെയ്യാനുള്ള എബിലിറ്റിയും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലയൻറ്റ് കമ്പ്യൂട്ടർ എന്താണ് ആൻഡ് സെർവർ കമ്പ്യൂട്ടർ എന്താണ്, ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് വരുന്നത് ആൻഡ് സെർവർ കമ്പ്യൂട്ടറിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങൾ നോക്കി വെക്കുക. then ഇനി നോക്കാനുള്ളത് വാട്ട് ആർ ദ ആപ്ലിക്കേഷൻസ് ഓഫ് ക്ലയൻറ്റ് സെർവർ കമ്പ്യൂട്ടിംഗ്. എവിടേക്കാണ് നമ്മൾ ഈ ഒരു ക്ലയൻറ്റ് സെർവിങ് കമ്പ്യൂട്ടേഴ്സിനെ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് എഴുതാവുന്ന കുറച്ച് പോയിൻറ്റ്സ് ആണ്. ഇതിൽ ഫസ്റ്റ് വേൾഡ് വൈഡ് വെബാണ്. നമുക്കറിയാം നമ്മൾ എന്താ ചെയ്യുന്നത്, ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ പോലെ തന്നെ എല്ലാ ഇൻഫോർമേഷൻസും നമ്മളൊരു വെബ് സെർവറിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ www. എന്ന് പറഞ്ഞ് നമുക്ക് വേണ്ട ടെക്സ്റ്റ് അല്ലെങ്കിൽ ഫയൽ ഫോമാറ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു റിക്വസ്റ്റ് നമ്മളുടെ കമ്പ്യൂട്ടർ നമുക്ക് റിട്രീവ് ചെയ്ത് തരുന്നുണ്ട്. ഇവിടെ നടക്കുന്നത് ക്ലയൻറ്റ് സെർവർ കമ്പ്യൂട്ടിംഗ് ആണ്. നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്ന കമ്പ്യൂട്ടർ നമ്മളുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പാണ് ഇവിടെ ക്ലയൻ്റായിട്ട് ഫങ്ഷൻ ചെയ്യുന്നത്. ആൻഡ് വേൾഡ് വൈഡ് വെബ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാമാണ് ഇവിടെ സെർവർ കമ്പ്യൂട്ടർ. നമ്മൾക്ക് വേണ്ട കമ്പ്യൂട്ടിംഗ് ആക്ടിവിറ്റീസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്, വേൾഡ് വൈഡ് വെബാണ്. അപ്പോൾ ഇവിടെ വെബ് ബ്രൗസർ എന്ന് പറയുന്നത് സെർവറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് ആൻഡ് ക്ലയൻ്റായിട്ട് ആക്ട് ചെയ്യുന്നത് നമ്മൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്ന കമ്പ്യൂട്ടറാണ്, നമ്മളുടെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ.
It is an example of the client-server computing, or it can be called as an application of client-server computing. The next application ആണ് ഇമെയിൽ. ഇമെയിൽ എന്ന് പറഞ്ഞാൽ അറിയാം നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരുപാട് ആവശ്യങ്ങൾക്കായിട്ട് ഇമെയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇമെയിൽ യൂസ് ചെയ്യുന്നതും ഇറ്റ് ഈസ് ആൻ ഓൾസോ എക്സാമ്പിൾ ഓർ ആപ്ലിക്കേഷൻ ഓഫ് ദ ക്ലയൻറ്റ് സെർവർ കമ്പ്യൂട്ടിംഗ്. ഹിയർ നമ്മൾ ഇമെയിൽ സെൻഡ് ചെയ്യുന്നു, ഒരാൾ അതിന് റിസീവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ സെൻഡർ ആൻഡ് റിസീവർ ഉണ്ട്. ഇവിടെ സെൻഡ് ചെയ്യുന്ന ഇമെയിൽ ആരാണോ സെൻഡ് ചെയ്യുന്നത് അവരാണ് എന്തു പറയുന്നത്, സെർവർ സെൻഡ് ചെയ്യുന്നതാണ്. ആൻഡ് റിസീവ് ചെയ്യുന്ന പേഴ്സൺ എന്ന് പറയുന്നത് ആരാണ്, ക്ലയൻ്റാണ്. അവരവിടെ റിസീവ് ചെയ്യുന്നുണ്ട്. സെൻഡ് ചെയ്യുന്ന ആൾ എന്താ ചെയ്യുന്നത്, നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഇപ്പോൾ എന്താ പറയുക, ചില ടൈം നമ്മൾ ടെക്സ്റ്റിനോടൊപ്പം തന്നെ അറ്റാച്ച്മെൻറ്റ്സ്, ഡിഫറെൻറ്റ് ഫയൽസ് അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അറ്റാച്ച്മെൻ്റ് ആയിട്ട് കൂടെ സെൻഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു അറ്റാച്ച്മെൻറ്റ് മറ്റെവിടെയോ ആണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ചിലപ്പോൾ നമ്മളുടെ മൊബൈൽ ഫോണിൽ തന്നെ ഡിഫറെൻറ്റ് ഫോൾഡേഴ്സിലായിരിക്കും, ചിലപ്പം ഗൂഗിളിലായിരിക്കും, ഗൂഗിൾ ഡ്രൈവിലായിരിക്കും. ഇങ്ങനെ മറ്റെവിടെയോ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഫയൽസിനെ നമ്മൾ അറ്റാച്ച്മെൻ്റ് ആയിട്ട് കൂടെ സെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ അറ്റാച്ച്മെൻറ്റ് സെൻഡ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഒരു ക്ലയൻറ്റ് സെർവർ കമ്പ്യൂട്ടിങ്ങിൽ വരുന്ന പാർട്ടാണ്. എന്താ ചെയ്യുന്നത്, നമുക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് ഡൗൺലോഡ് അല്ലെങ്കിൽ അറ്റാച്ച്മെൻ്റ് ആയിട്ട് സെൻഡ് ചെയ്യുന്ന സമയത്ത് അത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലത്തു നിന്നും ആക്സസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലയൻറ്റ് സെർവർ കമ്പ്യൂട്ടിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. നെക്സ്റ്റ് ഫയൽ ട്രാൻസ്ഫർ ആണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു FTP, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്ന് പറയും. ഇറ്റ് ഈസ് എ പ്രോട്ടോക്കോൾ ദാറ്റ് ഹെൽപ്സ് ഫയൽ ട്രാൻസ്ഫർ, ഫയൽ സെൻഡ് ചെയ്യുന്നതിനും റിസീവ് ചെയ്യുന്നതിനും ഒക്കെ യൂസ് ചെയ്യുന്ന, ട്രാൻസ്ഫറിന് യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഫയൽ നമ്മളൊരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ഫയൽ സെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫയൽ സെൻഡ് ചെയ്യുമ്പോഴും റിസീവ് ചെയ്യുമ്പോഴും FTP പ്രോട്ടോക്കോൾ ബേസിലാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഫയൽ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, FTPയിലും FTP സെർവർ, FTP ക്ലയൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. FTP ക്ലയൻ്റ് എന്ന് പറയുന്നത് നമ്മളെ ലോക്കൽ കമ്പ്യൂട്ടേഴ്സിൽ, നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സിൽ ഒരു ഡാറ്റ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത്, ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സിന് അവിടെ ക്ലയൻ്റ് എന്ന് പറയാം. നമ്മളൊരു സർവീസ് ആക്സസ് ചെയ്യാണ്, അപ്പോൾ അത് ക്ലയൻറ്റ് കമ്പ്യൂട്ടറാണ്. ഇനി അത് നമ്മൾ ഗൂഗിളിലോ അല്ലെങ്കിൽ മറ്റെവിടെയോ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫയലാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, ആ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന കമ്പ്യൂട്ടർ അല്ലെങ്കിൽ പ്രോഗ്രാം എന്താണോ അതിനെ നമ്മൾ എന്ത് ചെയ്യും, FTP സെർവർ എന്ന് പറയും. അപ്പോൾ ഇവിടെയും എന്താ യൂസ് ചെയ്യുന്നത്, ക്ലയൻറ്റ് സെർവർ കമ്പ്യൂട്ടിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ചാറ്റാണ്. അപ്പോൾ ചാറ്റിൽ നമ്മൾ അതിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇൻ്റർനെറ്റ് റിലേ ചാറ്റ് പ്രോട്ടോക്കോളിൻ്റെ ബേസിസിലാണ് ഇപ്പം ഉള്ള ഓൺലൈൻ ലൈവ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ വീഡിയോ കമ്മ്യൂണിക്കേഷനും വീഡിയോ മെസ്സേജസ് ആണെങ്കിലും ഡിഫറെൻറ്റ് സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിട്ടുള്ള ചാറ്റിംഗ് ഒക്കെ നടക്കുന്നത് ഇൻ്റർനെറ്റ് റിലേ ചാറ്റ് പ്രോട്ടോക്കോളിൻ്റെ ബേസിസിലാണ്. ഇവിടെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുന്നതെന്ന് പറയുമ്പോൾ ഒരാൾ ഡാറ്റ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ സെൻഡ് ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു സെൻഡറും റിസീവറും ഉണ്ടാകും. അപ്പോൾ സെൻഡ് ചെയ്യുന്ന ആൾ എന്ന് പറയുന്നത് ആരായിരിക്കും, ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്ന ആളാണ്, ഈസ് എ എന്താ പറയുക സെർവറാണ്. ആൻഡ് റിസീവ് ചെയ്യുന്ന ആൾ അവിടെ ക്ലയൻ്റാണ്. അപ്പോൾ ഇവിടെയും ഒരു സെൻഡർ റിസീവർ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ക്ലയൻറ്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ ഹാപ്പൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു ആപ്ലിക്കേഷനാണ് ക്ലയൻറ്റ് സെർവർ കമ്പ്യൂട്ടിങ്ങിൻ്റെ. ദെൻ നെക്സ്റ്റ് യൂസ്നെറ്റ് ഗ്രൂപ്പ്സ് ആണ്. കഴിഞ്ഞതിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, പ്രോട്ടോക്കോളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു യൂസ്നെറ്റ് എന്ന് പറയുന്നത് ഒരുപാട് ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന, നമുക്ക് ഒരു എന്താ പറയുക, ഒരു മാറ്റർ അല്ലെങ്കിൽ ഒരു ഇഷ്യൂ റിലേറ്റഡ് ആയിട്ടോ പ്രോബ്ലം റിലേറ്റഡ് ആയിട്ടോ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് യൂസ്നെറ്റ് എന്ന് പറയുന്നത്. ന്യൂസ് ഗ്രൂപ്പ്സ് പോലെയാണ് ഇത് ഫങ്ഷൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ യൂസ്നെറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരുപാട് വൈഡ് റേഞ്ച് ഓഫ് ഇൻഫോർമേഷൻസിൽ എന്ത് ചെയ്യാൻ പറ്റും, ആർട്ടിക്കിൾസ് റീഡ് ചെയ്യാനും ആർട്ടിക്കിൾസ് ഡൗൺലോഡ് ചെയ്യാനും ഒക്കെ കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് വേണ്ട ആർട്ടിക്കിൾസ് റീഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യുന്നതോ ഒക്കെ ക്ലയൻ്റ് ആയതുകൊണ്ടാണ്, ക്ലയൻറ്റ് കമ്പ്യൂട്ടിംഗ് ആക്സസ് ചെയ്യുന്നത് കൊണ്ടാണ്. ഇനി ഇത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഗ്രൂപ്പിനെയാണ് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിനെയാണ് ഇവിടെ സെർവർ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇതും അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലയൻറ്റ് സെർവർ കമ്പ്യൂട്ടിംഗ് ആണ് ഇവിടെയും അപ്ലൈ ചെയ്യുന്നത് യൂസ്നെറ്റ് ഗ്രൂപ്പ്സിലും. ദെൻ ഇൻ്ററാക്റ്റീവ് ടെക്സ്റ്റ് ഓറിയൻറ്റഡ് കമ്മ്യൂണിക്കേഷൻ.
ടെൽനെറ്റ് എന്ന് പറയും, പഠിച്ചിട്ടുണ്ടാകും. പ്രോട്ടോക്കോളാണ്. ടെക്സ്റ്റ് ഓറിയൻറ്റഡ് പ്രോട്ടോക്കോളാണ്. ടെക്സ്റ്റ് ഓറിയൻറ്റഡ് നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻസ് യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് ടെൽനെറ്റ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഗ്രാഫിക്സോ അല്ലെങ്കിൽ പിക്ചേഴ്സോ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ടെക്സ്റ്റ് ഓറിയൻറ്റഡ് കമ്മ്യൂണിക്കേഷനാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, ഒരു സെർവർ, ഒരു ക്ലയൻറ്റും ഉണ്ടായിരിക്കണം. അപ്പോൾ ക്ലയൻറ്റ് റിക്വസ്റ്റ് ചെയ്യുന്നതിൻ്റെ ബേസിസിലാണ് സെർവർ ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ലോക്കൽ കമ്പ്യൂട്ടറാണ് ഇവിടെയും ക്ലയൻ്റായിട്ട് വരുന്നത്. ആൻഡ് ദ ഹോസ്റ്റ് ചെയ്യുന്നത് ആരാണോ ആ കമ്പ്യൂട്ടർ ആയിരിക്കും ഇവിടെ സെർവറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതും ഒരു ആപ്ലിക്കേഷനാണ്. ദെൻ നെക്സ്റ്റ് വൺ നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. ഇവിടെ മറ്റ് പ്രോട്ടോക്കോൾസ് പോലെ തന്നെ നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് സിസ്റ്റം യൂസ് ചെയ്യുന്നതിന് ഒരു പ്രോട്ടോക്കോളാണ് സിമ്പിൾ നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് പ്രോട്ടോക്കോൾ, SNMP. അതിൻ്റെ ആ ഒരു ഫുൾ ഫോം പഠിച്ച് വെക്കണം. ഇതും ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളിൽ വരുന്ന ഒരു പ്രോട്ടോക്കോൾ തന്നെയാണ്. ഇൻ്റർനെറ്റ് നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആയിരിക്കുന്ന ഡിവൈസസിൻ്റെ മോണിറ്ററിംഗ് ആൻഡ് മാനേജ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന നെറ്റ്വർക്ക് പ്രോട്ടോക്കോളാണ് SNMP എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെൻറ്റ് സിസ്റ്റം തമ്മിൽ ഒരു ഇൻഫോർമേഷൻ ഗ്യാതറിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോട്ടോക്കോൾസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ SNMP എന്ന് പറയുമ്പോൾ അവിടെ ക്ലയൻറ്റ് സെർവർ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്ക് വേണ്ട ഇൻഫോർമേഷൻ അല്ലെങ്കിൽ നമ്മളുടെ കമ്പ്യൂട്ടേഴ്സിനെ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊരു ഏജൻ്റായിട്ട് ഒരു കമ്പ്യൂട്ടർ ഉണ്ടാകും. ഈ കമ്പ്യൂട്ടറായിരിക്കും വേണ്ട ഇൻഫോർമേഷൻസ് ഗ്യാദർ ചെയ്യുന്നത്. അപ്പോൾ എന്താ ചെയ്യുന്നത്, അവിടെ ഒരു സെർവർ കമ്പ്യൂട്ടർ ഉണ്ട്. ആ സെർവർ കമ്പ്യൂട്ടറിലേക്ക് വേണ്ട ഇൻഫോർമേഷൻസ് ഗ്യാദർ ചെയ്യുന്നതിനൊരു ഏജൻറ്റ് കമ്പ്യൂട്ടർ ഉണ്ട്. ഈ ഏജൻറ്റ് കമ്പ്യൂട്ടറാണ് ക്ലയൻറ്റിൻ്റെ യൂസേഴ്സിൻ്റെ റിക്വസ്റ്റ് അല്ലെങ്കിൽ കമാൻഡ്സ് പ്രോസസ്സ് ചെയ്യുന്നത് ഏജൻറ്റ് കമ്പ്യൂട്ടറാണ്. അപ്പോൾ നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഇൻ്റർനെറ്റിൽ അല്ലെങ്കിൽ നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആയിരിക്കുന്ന കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുന്ന നെറ്റ്വർക്ക് പ്രോട്ടോക്കോളാണ്. അപ്പോൾ ഇത്രയും ആണ് ഉള്ളത് പ്രോട്ടോക്കോൾസിൽ വരുന്നത്. ഇനി അതുകൂടാതെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടിംഗ്, ക്ലയൻറ്റ് സെർവർ കമ്പ്യൂട്ടിംഗ് കൂടിയാണ് നോക്കാനുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് ജസ്റ്റ് നോക്കി പോയാൽ തന്നെ അറിയാം വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ക്ലയൻറ്റ് സെർവർ കമ്പ്യൂട്ടിംഗ്. ഫസ്റ്റ് വൺ, ഇംപ്രൂവ് ദ നെറ്റ്വർക്ക് പെർഫോമൻസ് ആണ്. എങ്ങനെ നെറ്റ്വർക്ക് പെർഫോമൻസ് ഇവിടെ ഇമ്പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ക്ലയൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ക്ലയൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറാണ്, നമ്മളുടെ ലോക്കൽ കമ്പ്യൂട്ടേഴ്സാണ്. അപ്പോൾ യൂസേഴ്സിന് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, സെർവറിൽ എങ്ങനെയൊക്കെയാണ് പ്രോസസ്സിങ് നടക്കുന്നത്, സെർവറിൻ്റെ ലാംഗ്വേജ് എന്താണ്, ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല. ക്ലയൻറ്റിൻ്റെ ലാംഗ്വേജിൽ തന്നെ ഇൻഫോർമേഷൻസ് റിട്രീവ് ചെയ്യാനുള്ളൊരു എബിലിറ്റി, ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു ക്ലയൻറ്റ് സെർവർ കമ്പ്യൂട്ടിംഗ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലയൻറ്റ് സെർവർ എൻവയോൺമെൻറ്റിൽ വരുന്ന ഒരുപാട് പ്രോസസ്സിങ് ടൈം, ഒരുപാട് പ്രോസസ്സിങ് പ്രോബ്ലംസ് എലിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ക്ലയൻറ്റ് സെർവർ കമ്പ്യൂട്ടിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം യൂസേഴ്സിന് യൂസറുടെ ക്ലയൻറ്റ് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ഏത് ഇൻഫോർമേഷൻ വേണമെങ്കിലും റിക്വസ്റ്റ് ചെയ്യുന്നതിന് പോസിബിളാണ് ഈ ഒരു ക്ലയൻറ്റ് സെർവർ കമ്പ്യൂട്ടിങ്ങിൽ. ദെൻ സ്കെയിലബിലിറ്റി മീൻസ് ഒരു യൂസർ കമ്പ്യൂട്ടറിന് അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റ് കമ്പ്യൂട്ടേഴ്സിന് അറ്റ് ദ സെയിം ടൈം ഡിഫറെൻറ്റ് കമ്പ്യൂട്ടേഴ്സിന് ഒരു ഡാറ്റാബേസ് അവൈൽ ചെയ്യുന്ന ഒരു ടൈമാണെന്നുണ്ടെങ്കിൽ അത് പോസിബിൾ ആക്കുന്നത് ക്ലയൻറ്റ് സെർവർ കമ്പ്യൂട്ടറാണ്. അതായത് ഒരു സമയം ഒന്നിൽ കൂടുതൽ ക്ലയൻറ്റ് കമ്പ്യൂട്ടേഴ്സിന് സെർവറിൽ നിന്നും ഡാറ്റ ആക്സസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഒരു സമയം തന്നെ ഒരുപാട് കമ്പ്യൂട്ടേഴ്സിന് ഡാറ്റ ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഒരു ഹൈ പെർഫോമൻസ്, ഇവിടെ സ്കെയിലബിലിറ്റി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് അറ്റ് ദ സെയിം ടൈം മോർ ദാൻ വൺ കമ്പ്യൂട്ടർ. സ്കെയിലബിലിറ്റി മീൻസ് അവിടെ മെഷർ ചെയ്യാണ് ഒന്നിൽ കൂടുതൽ കമ്പ്യൂട്ടേഴ്സിന്, തൗസൻഡ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സിന് അറ്റ് ദ സെയിം ടൈം ഒരു ഇൻ്റർനെറ്റിൽ നിന്നും അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിൽ നിന്നും ഡാറ്റ ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ പോസിബിൾ ആവുന്നുണ്ട്. ദെൻ ഈസി മെയിൻ്റനൻസ് മീൻസ് ഇപ്പോൾ ഒരു ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചറിൽ വരുന്ന സമയത്ത് ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽ കമ്പ്യൂട്ടേഴ്സിനാണ് ക്ലയൻറ്റ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്ലയൻറ്റ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മൾക്ക് തന്നെ റിപ്പയർ ചെയ്യാവുന്നതും മെയിൻറ്റെയിൻ ചെയ്യാവുന്നതുമാണ്. നമ്മളുടെ വീട്ടിലുള്ള കമ്പ്യൂട്ടേഴ്സിനാണെങ്കിൽ നമുക്ക് തന്നെ യൂസ് ചെയ്യാവുന്ന, നമുക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതാണ്.
ഇവിടെ സെർവറിൻ്റെ മെയിൻ്റനൻസ് യൂസറിൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ല. അതുകൊണ്ട് തന്നെ സെർവറിന് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എളുപ്പത്തിൽ യൂസേഴ്സിന് അവരുടെ കമ്പ്യൂട്ടേഴ്സ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. സോ ഈസി മെയിൻ്റനൻസ് ഉണ്ട് യൂസേഴ്സിന് അല്ലെങ്കിൽ ലോക്കൽ കമ്പ്യൂട്ടേഴ്സിന്. ദെൻ ഗ്രേറ്റർ സെക്യൂരിറ്റി മീൻസ് നമ്മളുടെ ഡാറ്റ നമ്മളുടെ ഇൻഡിവിജ്വൽ കമ്പ്യൂട്ടേഴ്സിൽ വെക്കുന്നതിനേക്കാളും കൂടുതൽ സെക്യൂർഡ് ആയിരിക്കും ഒരു സെർവറിൽ വെക്കുന്ന സമയത്ത്. നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഡാറ്റയും നമ്മൾ ചിലപ്പം ഈ മെയിൽ ചെയ്തിടുമ്പോൾ നമുക്കൊരു സെക്യൂർഡ് ഫീലിംഗ് ആണ്. കാരണം നമ്മളുടെ ഫോണ് മേ ബി പ്രോബ്ലം വരാം, നമ്മളുടെ കമ്പ്യൂട്ടേഴ്സ് വൈറസ് കയറാം. എന്നാൽ കൂടെ നമ്മളുടെ മെയിലിൽ അതുണ്ടാവും എന്നുള്ളൊരു അഷ്വറൻസ് നമുക്കുണ്ടാകും. അതുപോലെ ഓരോ ഇൻഫോർമേഷൻ ആണെന്നുണ്ടെങ്കിലും ക്ലയൻറ്റ് കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനേക്കാൾ കൂടുതൽ സെക്യൂർഡ് ആയിരിക്കും ഒരു സെർവറിൽ, ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് സെർവറിൽ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ. ദെൻ സ്റ്റാൻഡേർഡൈസ്ഡ് ഇൻ്റർഫേസസ്. ഇനി ഡാറ്റ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് സ്റ്റാൻഡേർഡൈസ്ഡ് ഇൻ്റർഫേസസ് വെച്ചുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഇൻഫോർമേഷൻ നമ്മൾ റിട്രീവ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് മൊഡ്യൂൾസ് ആയിട്ടാണ്, ഡിഫറെൻറ്റ് പാർട്സ് ആയിട്ടാണ്. ഈ ഓരോ ഡിഫറെൻറ്റ് മൊഡ്യൂൾസിനെയും കൂടെ മിക്സ് ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളൊരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ആപ്ലിക്കേഷൻ്റെ തന്നെ ഡിഫറെൻറ്റ് പാർട്സിനെ ഡിഫറെൻറ്റ് ടൈമിൽ ഷെയർ ചെയ്യുന്നതിനും യൂസ് ചെയ്യുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദീസ് ആർ ഓൾസോ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഇൻ്റർഫേസസ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓരോ മൊഡ്യൂൾസും ആക്സസ് ചെയ്യുന്നത്. ദെൻ ഈസി ഡെവലപ്മെൻറ്റ് മീൻസ് നമുക്ക് ഒരു ബിസിനസ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് കമ്പ്യൂട്ടർ ലാംഗ്വേജസ് അറിയേണ്ടി വരും. പക്ഷേ ഈ ഒരു ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്രോഗ്രാമറിന് അല്ലെങ്കിൽ നമ്മുടെ ക്ലയൻറ്റ് യൂസറിന് നോൺ ആയിട്ടുള്ള ഇൻഫോർമേഷൻ അല്ലെങ്കിൽ നോൺ ആയിട്ടുള്ള ലാംഗ്വേജ് വെച്ചുകൊണ്ട് നമുക്ക് ഡാറ്റാബേസ് ആക്സസ് ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ ഒരു ബിസിനസ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തറിയേണ്ട ആവശ്യമില്ല, സെർവറിൻ്റെ ലാംഗ്വേജ് അല്ലെങ്കിൽ സെർവർ എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മളുടെ ഇൻഫോർമേഷൻ നോൺ ആയിട്ടുള്ള ഇൻഫോർമേഷൻ വെച്ചുകൊണ്ട് ഡാറ്റ ആക്സസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. അതുപോലെ തന്നെ ഇതിന് ഡിസഡ്വാൻറ്റേജസും 4 ലിസ്റ്റ് ചെയ്യാവുന്നതാണ്. ഒന്ന് ഹയർ ഇനീഷ്യൽ സെറ്റപ്പ് കോസ്റ്റ് ആണ്. സെറ്റപ്പ് കോസ്റ്റ് മീൻസ് ഈ ഒരു ക്ലയൻറ്റ് സെർവർ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ നടത്തുന്നതിന് വേണ്ട കോസ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ സെർവർ എന്ന് പറയുന്നതും നമ്മൾ പറഞ്ഞു ഹൈ കപ്പാസിറ്റി ഉള്ള ഹൈ റാം ഹാർഡ് ഡിസ്ക് ഒക്കെ വരുന്ന കമ്പ്യൂട്ടറാണ്. സോ ഈ ഒരു സെർവറിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നതും കൂടുതലായിരിക്കും. അപ്പോൾ ഇനീഷ്യൽ കോസ്റ്റ് സെറ്റപ്പ് കോസ്റ്റും കൂടുതലാണ് ആൻഡ് സെർവർ കോസ്റ്റും കൂടുതലാണ്. പക്ഷേ അത് കഴിഞ്ഞ് വരുന്ന കോസ്റ്റ് കുറവായിരിക്കും. കാരണം അറ്റ് ദ സെയിം ടൈം ഷെയറിങ് പോസിബിൾ ആയതുകൊണ്ട് തന്നെ അതിന് ശേഷം വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് കുറവായിരിക്കും. പക്ഷേ ഡിസഡ്വാൻറ്റേജിൽ എഴുതേണ്ട ഇനീഷ്യൽ സെറ്റപ്പ് കോസ്റ്റും ആൻഡ് അതിൻ്റെ ഹാർഡ്വെയർ അല്ലെങ്കിൽ ഹാർഡ് ഡിസ്ക് പോലെ സെർവറിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ദെൻ എ സ്പെഷ്യലിസ്റ്റ് നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് നീഡഡ്. ഓരോ സെർവറിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഹൈലി മെയിൻ്റനൻസ് നീഡ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആയിരിക്കും. അപ്പോൾ അതിന് എന്ത് ചെയ്യണം, ഈ നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു സ്പെഷ്യലിസ്റ്റിന് ആവശ്യമായിട്ട് വരും. ആൻഡ് ദ സ്പെഷ്യലിസ്റ്റ് സ്റ്റാഫ് സച്ച് ആസ് നെറ്റ്വർക്ക് മാനേജർ ഈസ് നീഡഡ്. അതുപോലെ തന്നെ നമ്മളൊരു കമ്പ്യൂട്ടർ ഒരു ബിസിനസ്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നെറ്റ്വർക്ക് മാനേജർ എന്നുള്ളൊരു പോസ്റ്റ് ആവശ്യമായിട്ട് വരും. ആൻഡ് ദ ഫെയിലിയർ ഓഫ് നെറ്റ്വർക്ക്, ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫെയിലിയർ. നെറ്റ്വർക്കിൽ എന്തെങ്കിലും ഒരു ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ ക്ലയൻറ്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ അല്ല. അത് എൻ്റെ സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യും നെറ്റ്വർക്കിൽ എന്തെങ്കിലും ഒരു ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്ലയൻറ്റ് സെർവർ കമ്പ്യൂട്ടിങ്ങിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.